ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായില്ലേ, അതുകൊണ്ട് ഇന്ന് നമുക്ക് കുറച്ച് ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ്സ് കാണാം. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് നെയിം സ്ലിപ്പിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. അതിനായിട്ട് കുറച്ച് പിക്ചേഴ്സ് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് ഞാൻ ഇപ്പോൾ ഈ കാണിച്ചത്. എന്നിട്ട് ആ പിക്ചേഴ്സൊക്കെ ഒന്ന് ട്രേസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ നെയിം സ്ലിപ്പിനെ ക്യൂട്ടാക്കുന്ന പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ എന്താ വരാൻ ലേറ്റ് ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും ഇൻഷോട്ട് നിന്നാണ് എഡിറ്റ് ചെയ്യാറ്. പക്ഷേ ഇപ്രാവശ്യം എഡിറ്റ് ചെയ്തപ്പോൾ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എക്സ്പോർട്ട് ചെയ്തപ്പോൾ ക്ലിപ്സൊക്കെ താനേ ഡിലീറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. ആകെ ഒരു 10-13 സെക്കൻഡിൻ്റെ വീഡിയോ ആണ് എനിക്ക് എക്സ്പോർട്ടായി കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ വന്ന് നോക്കിയപ്പോൾ ഫുൾ ക്ലിപ്സും ഡിലീറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വോയിസ് ഓവറും പോയി, എല്ലാം പോയി. അപ്പോൾ ഞാൻ ആദ്യം മുതലേ എല്ലാം ചെയ്തിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നെയിം സ്ലിപ്പിൻ്റെ കാര്യത്തിലോട്ട് വരാം. ഞാൻ നെയിം സ്ലിപ്പിനെ ക്യൂട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് കുറച്ച് ബോർഡേഴ്സ് കൊടുക്കണം. പിന്നെ നമ്മുടെ നെയിം സ്ലിപ്പിലേക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട കാര്യമാണ് നെയിമും ക്ലാസ്സും സബ്ജക്റ്റ് ഡിവിഷൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതും കൂടി ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 3 എണ്ണമൊക്കെയാണ് ചെയ്തെടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമുക്കിനി ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മിസ് എന്തെങ്കിലും ഹോംവർക്കൊക്കെ തരുവാണെങ്കിൽ നിങ്ങൾക്കത് ഇതിലേക്ക് എഴുതി വെക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് പീസ് പേപ്പർ വേണം. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒരു ബോർഡർ ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് ടു ഡു ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു ഫ്ലവർ ഡിസൈനിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇത് കൂടാതെ ഞാനൊരു പുൾസയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്കാണെങ്കിൽ ടേബിൾമേ കൂടെ ഉറുമ്പുകൾ തലങ്ങും വിലങ്ങും ഓടി നടക്കുകയായിരുന്നു. അതിനെയാണെങ്കിൽ എത്ര ശ്രമിച്ചിട്ടും മാറ്റാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഉറുമ്പുകളുമായുള്ള മൽപ്പിടുത്തങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു മെമോ പാഡ് ഉണ്ടാക്കാം. ആദ്യം ഞാൻ ഇങ്ങനൊരു ഡിസൈൻ കൊടുക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നെ ഞാനത് മാറ്റി. കാരണം എനിക്കിതത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ സൈഡിലൊരു ബോർഡർ വെച്ചിട്ടുള്ളൊരു ചെറിയ ഡിസൈനാണ് കൊടുത്തത്. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എല്ലാം കൂടെ വെച്ചൊന്ന് ഫെവിക്കോൾ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കി നോട്ട് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ടൊരു A4 ഷീറ്റ് വേണം. ഇനി ഇതെങ്ങനെ ട്രാൻസ്പെറൻ്റ് ആക്കി എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ഓയിൽ ഉണ്ടാവില്ലേ, അത് ഇതിന് മുകളിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടും. പിന്നെ ഇതിൻ്റെ ഓയിൽനെസ് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഓയിൽനെസ്സൊക്കെ പോയിക്കോളും. പിന്നെ ഇത് ഞാൻ നമ്മുടെ നോർമൽ സ്റ്റിക്കി നോട്ട് ചെയ്യണ പോലെ അല്ല ചെയ്തത്. ആ ഒരു മെത്തേഡിൽ നമ്മൾ കളർഫുള്ളായിട്ട് ഒരു സ്റ്റിക്കി നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോന് താഴെ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വെട്ടിയെടുക്കാം. എന്നിട്ട് ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫെവിക്കോൾ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സ്റ്റിക്കി നോട്ട് എന്നൊക്കെ പറഞ്ഞൊരു പേപ്പറിൽ എഴുതി അതിൻ്റെ അകത്തേക്ക് ഈ സ്റ്റിക്കി നോട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സ്റ്റിക്കി നോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പോക്കറ്റ് നോട്ട്ബുക്ക് ഉണ്ടാക്കാം. പിന്നെ പോക്കറ്റ് നോട്ട്ബുക്കും മിനി നോട്ട്ബുക്കും തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. മിനി നോട്ട്ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പശ തേച്ചൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നതല്ലേ. ഇത് നമ്മൾ സ്റ്റാപ്ലർ കൊണ്ട് പിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ പിൻ ചെയ്തപ്പോൾ ഞാൻ തലതിരിച്ചിട്ടൊക്കെയാണ് പിൻ ചെയ്തത്. പിന്നെ അത് അഴിച്ച് നേരെ വെച്ചിട്ടൊക്കെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തു. ഇനിയാണ് കുറച്ചുകൂടി റിസ്കി പാർട്ട് വരുന്നത്. പിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പിന്ന് പുറത്തോട്ട് ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അത് വിരൽ വെച്ചിട്ട് ഇങ്ങനെ ഉള്ളോട്ടേക്ക് മടക്കി കൊടുക്കണം. ഇത് മാത്രമേ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്നുള്ളൂ. ബാക്കിയൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മൾ ആ രണ്ടാമത്തെ പിന്നും അടിച്ചു കൊടുത്ത് ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അതോടെ ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മിനി നോട്ട്ബുക്കിൻ്റെ പേജസ് റെഡിയായി. ഇനി നമുക്ക് വേണ്ടത് ഇതിനൊരു കവറാണ്. അപ്പോൾ അതിനായിട്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു നേരിയ പീസ് കാർഡ്ബോർഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിത് 2 പ്രാവശ്യമൊക്കെ കവർ ചെയ്തപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ആ ചെയ്ത് വെച്ച ആ പേജസ് ഇതിലേക്ക് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്റ്റിക്കർ ഒട്ടിക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ സ്റ്റിക്കറും വൈറ്റ് ആയിരുന്നു. പിന്നെ നമ്മുടെ ആ കവറിൻ്റെ കളറും ഞാൻ വൈറ്റ് ആക്കിയതുകൊണ്ട് തന്നെ വെച്ചപ്പോൾ ഒരു രസം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ കളറൊന്ന് മാറ്റി പേർപ്പിൾ ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ DIYs ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം.